Hi students, in this class we shall be discussing the introduction to probability with the focus on these topics. That is, we will be discussing what are the types of probability, random experiment, എന്താണെന്നുള്ളത് അതിനകത്ത് ഈവൻറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഏതൊക്കെ അപ്രോച്ച് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ അപ്രോച്ചാണ് ഉള്ളത്? ക്ലാസിക്കൽ അപ്രോച്ച് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ഉണ്ട്, ആക്സിയോമെട്രിക് അപ്രോച്ച് ഉണ്ട്. ഓക്കെ, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യും, റാൻഡം വേരിയബിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം, പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം വേരിയബിൾ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ടോപ്പിക്കിനകത്ത് നമ്മുടെ സിലബസിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റഫ്ലി ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെ ടൈപ്പാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ചില വേർഡ്സ് ഉണ്ട്, സേ ലൈക്ലി അല്ലേ, പിന്നെ ചാൻസ്, മേ ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പറയും അല്ലേ. പിന്നെ ഇത്ര പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് റെയിൻഫോൾ എന്നൊക്കെ പറയും അല്ലേ, 50% ചാൻസ് ഓഫ് റെയിൻഫോൾ. ഇതിനകത്തൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല പ്രഡിക്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ്, ഈ സ്റ്റഡീനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ആണുള്ളത്. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഉണ്ട്. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണൽ ജഡ്ജ്മെന്റ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ട്, മോളുടെ കല്യാണം നടത്താൻ പോകണം. മോളുടെ കല്യാണം നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്കനെ കുറിച്ച് അല്ലെങ്കിൽ പയ്യനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കണം അല്ലേ. അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽക്കാരോടൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട് സ്വഭാവം, എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണും. ഒരാളുടെ പെരുമാറ്റം എല്ലാവരോടും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ചിലർക്കത് നല്ലതായിട്ടാകാം, ചിലർക്കത് മോശമായിട്ടാകാം. പിന്നെ മെജോറിറ്റി നമ്മളെല്ലാം കൂടെ എന്നിട്ട് നോക്കിയിട്ട് നമ്മളൊരു വിലയിരുത്തൽ വെക്കും അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി പറയുന്നത്. ഓക്കെ, ഈ പയ്യൻ കല്യാണത്തിന് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല നമ്മളൊരു ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് വരും അല്ലേ. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണ്. എന്നിട്ട് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. ഓക്കെ, കുറച്ച് പേരുടെ അഭിപ്രായത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, സെയിം വേ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്താണ്? ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് റൂൾസ് ബേസ് ചെയ്തിട്ടാണ്, അല്ലാത്തത് ജഡ്ജ്മെന്റ് ബേസ്ഡ് അല്ല. കറക്റ്റായിട്ടുള്ള പ്രീവിയസ് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ പ്രോബബിലിറ്റി സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റിക്കകത്ത്. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ആണ് ഈ നമ്മുടെ സിലബസിനകത്ത്. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി നമ്മുടെ ഫോക്കസിലുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്ന കുറച്ച് ടേംസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്? എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴാണ്, വല്ലതും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടും അല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടും. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വിച്ച് പ്രൊഡ്യൂസസ് സർട്ടൻ റിസൾട്ട്സ് അല്ലേ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്തു, അതിനകത്ത് ഒരു കളർ എടുത്തു, അതിനകത്ത് ഈ കളർ ചേർക്കുന്നു. കളർ എത്രമാത്രം ചേർക്കുന്നോ അതിനനുസരിച്ചിട്ട് താഴത്തെ റിസൾട്ട് ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഓരോ ഇൻപുട്ടിൻ്റെ അനുസരിച്ച് ഓരോ ഔട്ട്പുട്ട് വേരി ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവും അല്ലേ. ഒരു പെർഫോമൻസ് ദാറ്റ് പ്രൊഡ്യൂസസ് സർട്ടൻ റിസൾട്ട് ഈസ് കോൾഡ് ആൻ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഞാനൊരു കോയിൻ എടുത്തു, ടോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹെഡ് വരാം, ചിലപ്പോൾ അത് ടെയിൽ വരാം. പക്ഷേ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വരും അല്ലേ. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. ഏതെങ്കിലും ഒരെണ്ണം വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ അതിൽ ഏതാ വരുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ദാറ്റ് ഈസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് അപ്പോൺ ചാൻസ്. അപ്പോൾ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റ്. നമുക്ക് അറിയാം ഹെഡാണോ ടെയിലാണോ എന്ന് നമുക്കറിയാം, പക്ഷെ അതിൽ ഏതാ വരാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ദാറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ചാൻസ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പറയും, അങ്ങനത്തെ എക്സ്പെരിമെന്റ്സിനെ നമ്മൾ പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോയിൻ ടോസിങ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഒരു ഡൈ ത്രോ ചെയ്യുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. പിന്നെ ഒരു പാക്ക് ഓഫ് കാർഡ്സിനകത്തുനിന്ന് ഒരു കാർഡ് വലിച്ചെടുക്കുക, അതും ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അതിൽ ഏത് കാർഡാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ 52 കാർഡ്സിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു കാർഡായിരിക്കും വരുന്നത് അല്ലേ.
നമുക്കത് ഏതാണെന്നുള്ളത് എടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എടുക്കുന്നിടം വരെ നമുക്കറിയാം ഇതിൽ ഏതോ ഒരെണ്ണം ആണെന്നുള്ളത് മാത്രമേ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടേ നമുക്കത് നിശ്ചിതമായിട്ട് ഇന്ന കാർഡാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സച്ച് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പം ഇനി ഇതിനകത്തെ ഓരോ ഇവൻറ്റിനെയാണ് ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു, ഔട്ട്കം കിട്ടി ഹെഡ്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഈവൻ്റ് ആണ്. അടുത്ത പ്രാവശ്യം ടോസ് ചെയ്തു, അപ്പോൾ ഔട്ട്കം കിട്ടി ടെയിൽസ്. അപ്പോൾ ആ ടെയിൽസ് എന്ന് പറയുന്ന ഒരു ഈവൻ്റ് ആണ്. വേറെ ഏതെങ്കിലും ഈവൻ്റ് ഉണ്ടോ ഇതിനകത്ത്? കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിനകത്ത് വേറെ ഏതെങ്കിലും ഒരു ഔട്ട്കം വരാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? അപ്പോൾ അതിനെ ഇത് രണ്ടെണ്ണമാണ് അതിൻ്റെ ഔട്ട്കംസ്. ഏതൊക്കെയാണ്? ഹെഡ്, ടെയിൽ. അപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമായിട്ടായിരിക്കും ഒരുമിച്ച് നമുക്ക് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ ഈവൻസ് ആയിട്ട് പറയുന്നത്. അതേപോലെ ഒരു ഡൈ ടോസ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഡൈ മാത്രം നമ്മൾ ടോസ് ചെയ്യുവാണ്, ത്രോ ചെയ്യുവാണ്. ഓക്കെ, ഡൈ ത്രോ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഔട്ട്പുട്ട്സ് എന്താണ്? ചിലപ്പോൾ 1 വരാം, ചിലപ്പോൾ 2 വരാം, ചിലപ്പോൾ 3, 4, 5, 6. ഈ 6 ഔട്ട്കംസിൽ ഏതോ ഒരെണ്ണമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈവൻസ് ആണ്. അപ്പോൾ getting a 1 is an event, getting 2 is an event, getting 3 is an event, getting 4 അത് ഒരു ഇവൻ്റ് ആണ്, getting 5 is also an event, getting 6 is also an event. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈവൻസ് എന്ന് പറയുന്നത്. ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കംസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഔട്ട്കംസ് ഓഫ് അല്ലെങ്കിൽ റിസൾട്ട്സ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ആർ നോൺ ആസ് ഈവൻസ്. ഓക്കെ, റിസൾട്ട്സ് അല്ലെങ്കിൽ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ആർ നോൺ ആസ് ഈവൻസ്. ഔട്ട്കം ഇപ്പോൾ ഒരു ടോസ് അല്ലെങ്കിൽ ത്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഡൈ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മോളിൽ വരുന്ന ആ ഒരു നമ്പർ അത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ അതൊരു ഈവൻ്റ് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഔട്ട്കം വരുന്ന ഔട്ട്കംസിനെ നമ്മൾ ഈവൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഈവൻസ് ആണുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഈവൻസ് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ ഓഫ് ഈവൻസ്. ദർ ആർ 2 types of events. First one is simple or elementary events. Elementary events എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they cannot be further decomposed into events. Okay, means it is not made up of more than one event. It is a single and simple event. Okay, ഒരു എലിമെൻറ്റേ അതിനകത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന ഇവൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ എലിമെൻ്ററി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ കമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ സിമ്പിൾ ഇവൻറ്റ്സ്. മോർ ദാൻ വൺ ഇവൻറ്റ് കൂടെ കൂടിച്ചേർന്ന് ഒരു വലിയൊരു ഇവൻറ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോർ ദാൻ വൺ ഇവൻറ്റ് കൂടിച്ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോയിങ് എ ഡൈ. ഓക്കെ, ത്രോയിങ് എ ഡൈ. ഒരു ഡൈ എറിയുമ്പോൾ നമുക്ക് പോസിബിലിറ്റി ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. ഇത് 6 എണ്ണത്തിൽ ഏതെങ്കിലും ആകാം അല്ലേ? അപ്പോൾ ഇനി അതിനകത്ത് ഒരു ഇവൻ്റ് ഞാൻ പറയട്ടെ. ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, getting an odd number അല്ലേ? getting an odd number എന്ന് പറയുന്നത് എങ്ങനത്തെ ഒരു ഇവൻ്റ് ആണ്? 1 ആകാം, 3 ആകാം, പിന്നെ 5 ആകാം അല്ലേ? getting an odd number എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 ആകാം, 3 ആകാം, 5 ആകാം. ആൻഡ് getting a multiple of 5. ഓക്കെ, getting a multiple of 5. ഈ ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് അതൊരൊറ്റ ഒരു ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എലിമെൻ്ററി ഇവൻ്റ് ആണ്, സിമ്പിൾ ഇവൻ്റ് ആണ്. പക്ഷേ ഇതൊരു കമ്പൗണ്ട് ഇവൻ്റ് ആണ്. ഇതിനകത്തൊരു മൾട്ടിപ്പിൾ ഓഫ് 5 ഉണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വേറെ പല സിംഗിൾട്ടൺ അല്ലെങ്കിൽ എലിമെൻ്ററി ഇവൻറ്റ്സും കൂടെ ചേർന്നിട്ട് ഉണ്ടായ ഒരു ഇവൻ്റ് ആണ് ഈ ഇവൻ്റ് O എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ F എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ദിസ് ഈസ് എ കമ്പോസിറ്റ് ഇവൻറ്റ് അല്ലെങ്കിൽ കമ്പൗണ്ട് ഇവൻറ്റ്. ഇതൊരു F എന്ന് പറയുന്നത് ഒരു സിമ്പിൾ അല്ലെങ്കിൽ എലിമെൻ്ററി ഇവൻറ്റ്. അതിനകത്ത് ഒരൊറ്റ സിംഗിൾ എലിമെൻറ്റേ ഉള്ളൂ. ഇതിനകത്ത് മോർ ദാൻ വൺ എലിമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് അതൊരു കമ്പോസിറ്റ് ഇവൻ്റ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ഇനി എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് അക്കറൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേച്ചർ ഓഫ് അക്കറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ് പറയാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ ഇൻകോമ്പാറ്റബിൾ ഇവൻറ്റ്സ് എന്നാണ്. ഇൻകോമ്പാറ്റബിൾ ഇവൻറ്റ്സ് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് A1, A2, etc. are said to be mutually exclusive if they cannot occur simultaneously. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് സംഭവിക്കത്തില്ല. ഇപ്പം ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, മീൻസ് ഇഫ് ഐ ക്യാൻ speak, when I am speaking you are able to hear me.
ഇഫ് ഐ ഡോണ്ട് സ്പീക്ക് യു കനോട്ട് ഹിയർ മീ. ഓക്കെ, അപ്പം ഞാൻ വല്ലതും പറയാതെ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ഓക്കെ സെക്കൻഡ്, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് A1, A2, A3 ഈ സെറ്റ് ടു ബി എക്സോസ്റ്റീവ് ഇഫ് വൺ ഓഫ് ദീസ് മസ്റ്റ് നെസസറിലി അക്കർ. ഓക്കെ, അപ്പം ഞാനൊരു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐദർ ഡേ ഓർ നൈറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഐദർ എ ഡേ ഓർ എ നൈറ്റ്, മീൻസ് ദർ ഈസ് നോ അതർ സിറ്റുവേഷൻ. അപ്പം ഞാൻ ഡേ പറഞ്ഞു ഇല്ലെങ്കിൽ നൈറ്റ് പറഞ്ഞു. ഇപ്പോൾ ഡേയിലാകാം അല്ലെങ്കിൽ നൈറ്റിലാകാം, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സിറ്റുവേഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത് അല്ലേ. എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് ആണ്. ഒന്നിലോ ഇത് അല്ലെങ്കിൽ അത്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഹെഡ് എടുത്തു പിന്നെ ടെയിൽ എടുത്തു അല്ലേ. ഹെഡും ടെയിലും അല്ലാണ്ട് വേറെ ഒരു ഔട്ട്കം വരത്തില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണിത്. ഓക്കെ, എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴത്തേക്കും എല്ലാ ഇവൻറ്റ്സും കഴിയും. എന്തെങ്കിലും ഒരു ഇത് രണ്ടിൽ, ഇപ്പോൾ കോയിൻ ടോസ് ചെയ്താൽ ഇത് രണ്ടെണ്ണം ഓക്കെ, ഹെഡ് വരുമ്പോൾ ടെയിൽ വരത്തില്ല, ടെയിൽ വരുമ്പോൾ ഹെഡ് വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ശരിയാണോ? അതെ. ഓക്കെ, നമ്മളപ്പോൾ എക്സാമ്പിൾ എന്താണ് എടുത്തത്? ടോസിങ് എ കോയിൻ. ഓക്കെ, ടോസിങ് എ കോയിൻ. അപ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കംസ് ഉണ്ട്. ഒന്ന് ടെയിലുണ്ട്, പിന്നെ അടുത്തതുണ്ട് ഹെഡ് അല്ലേ. ഹെഡ് വരുന്ന സമയത്ത്, ഹെഡ് വരുമ്പോൾ ടെയിൽ വരത്തില്ല, ടെയിൽ വരുമ്പോൾ ഹെഡ് വരത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹെഡ് സംഭവിക്കുമ്പോൾ ടെയിൽ വരത്തില്ല, ടെയിൽ സംഭവിക്കുമ്പോൾ ഹെഡ് വരത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കൈ നോക്കിയ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. രണ്ടും പേരും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ഒരെണ്ണം സംഭവിക്കുമ്പോൾ മറ്റത് സംഭവിക്കത്തില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, എക്സ്ക്ലൂസീവ് ആണ്, നോ ഇൻ്റർസെക്ഷൻ. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതുപോലെ തന്നെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദീസ് ഷുഡ് ഹാപ്പൻ. ഞാൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലോ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വന്നേ പറ്റൂ. ഇതല്ലാതെ വേറൊരു ഔട്ട്കം ഇല്ല. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റീവ് ആണ്, എല്ലാം തികഞ്ഞതാണ് അല്ലേ. ഔട്ട്പുട്ട് ഞാൻ ചെയ്യുമ്പോൾ റിസൾട്ട് ഇതിലൊന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് അക്കർ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സോസ്റ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാം കവർ ചെയ്യുന്ന ഒരു ഈവൻ്റ് ആണ്. ഓക്കെ, എക്സോസ്റ്റീവ് മെറ്റീരിയൽ എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. ഇനി ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ ഈക്വി പ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള ചാൻസ് കൂടുതലാണോ അല്ലെങ്കിൽ ടെയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണോ? അല്ല, ഇതിനകത്ത് രണ്ടിൻ്റെയും ഈക്വൽ ചാൻസ് ആണുള്ളത് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ചാൻസും ഹെഡിൻ്റെ ചാൻസും ടെയിലിൻ്റെ ചാൻസും ഈക്വൽ ആയിട്ടുള്ളതാണ്. രണ്ടിനും തുല്യമായിട്ടുള്ള ഒരു അവകാശമാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചാൻസ് ആണുള്ളത് വരാനുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നത് ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ ഈക്വി പ്രോബബിൾ ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഹെഡ് വരാനുള്ള ഒരു ചാൻസും ടെയിൽ വരാനുള്ള, ഇപ്പോൾ ഹെഡ് വരാനുള്ള പെർസെൻറ്റേജ് ചാൻസ് എത്രയാണ്? അപ്പോൾ 50% ചാൻസ് ആണുള്ളത്. ടെയിൽ വരാനുള്ള ചാൻസോ അതും 50% ആണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ ചാൻസസ് ഉണ്ട് ഔട്ട്കം ഹെഡോ ടെയിലോ വരാൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം ഈവൻറ്റ്സിനെ നമ്മൾ പറയുന്നത് ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ ഈക്വി പ്രൊബബിൾ അല്ലെങ്കിൽ മ്യൂച്വലി സിമെട്രിക് ഈവൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് എടുക്കാം. എന്താ പറയുന്നത്, ഒരു ടോസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ത്രോ ചെയ്തു, ഡൈ ത്രോ ചെയ്തു. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 6 ഈ 6 ഏതെങ്കിലും ഒരു ഔട്ട്കം ആയിരിക്കും കിട്ടുന്നത് അല്ലേ. ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ 2 ഇവൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ അല്ലേ. പിന്നെ അടുത്തത് ബി എന്ന് പറയുന്നത് എനിക്ക് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് എയും ബിയും എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? അതെ, കാരണം ഈവൻ നമ്പർ ആകുമ്പോൾ ഓഡ് ആകുമ്പോൾ ഈവൻ ആവത്തില്ല. അപ്പോൾ ഇതിനകത്തെ ആൻസേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇതിനകത്തെ ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പറല്ലേ പറഞ്ഞത്, 2, 4 and 6. ഇതിൻ്റെ ആകുമ്പോൾ 1, 3, 5 അല്ലേ.
അപ്പോൾ ഇവിടെ ഇത് വരുമ്പോൾ ഇത് വരത്തില്ല, ഇത് വരുമ്പോൾ അത് വരത്തില്ല. അതുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. പിന്നെ ഇവർ രണ്ടുപേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമോ? അതെ, ഇടുമ്പോൾ ഒന്നിലോ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ എ അല്ലെങ്കിൽ ബി സംഭവിച്ചിരിക്കും. ഒരു ടോസ് ചെയ്യുമ്പോൾ ഒന്നിലോ ഒരു ഈവൻ നമ്പർ വരും, ഇല്ലെങ്കിൽ ഒരു ഓഡ് നമ്പർ വരും. ഇത് രണ്ടെണ്ണം അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അതുകൊണ്ട് എക്സോസ്റ്റീവും കൂടെ ആണ് അല്ലേ. പിന്നെ ഈക്വലി ലൈക്ലി ആണോ? യെസ്. ഇതിന് ഇപ്പോൾ ഈവൻ നമ്പർ വരാനുള്ള ചാൻസ് 50% ആണ്, ഓഡ് നമ്പർ വരാനുള്ള ചാൻസും 50% ആണ്. അപ്പോൾ അതും ഈക്വലി ലൈക്ലി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈക്വൽ ആണ്, രണ്ടിൻ്റെയും ചാൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് അത് ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ ഈക്വി പ്രൊബബിൾ അല്ലെങ്കിൽ മ്യൂച്വലി സിമെട്രിക് ഇവൻറ്റ്സ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നൗ രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. അവർ ഇപ്പോൾ ഒരു ഇവൻ്റ് എന്തെങ്കിലും ചെയ്തിട്ട് അടുത്ത ഇവൻറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇവൻറ്റ് കഴിഞ്ഞ ഇവൻറ്റുമായിട്ട് ഇവൻറ്റ് സെക്കൻഡ് ഇവൻറ്റിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ വല്ലതും വന്നിട്ട് ഈ ആദ്യത്തെ ഇവൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇവൻറ്റിൻ്റെ ഡിസിഷൻ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എ അക്കർ ചെയ്യുന്നു, ഇവൻറ്റ് ബി അക്കർ ചെയ്യുന്നു, അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എ എപ്പോൾ അക്കർ ചെയ്താലും അതിൻ്റെ പ്രോബിലിറ്റി അതുപോലെ തന്നെ ഇരിക്കും. ഈ ബി അക്കർ ചെയ്താലും അതിൻ്റെ പ്രോബിലിറ്റി എയുമായിട്ട് ബന്ധമൊന്നുമില്ല. എ എന്ത് ചെയ്താലും അതുകൊണ്ട് ബിന് വ്യത്യാസം വരുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എയുടെ അക്കറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ അക്കറൻസിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതിൻ്റെ അനുസരിച്ച് ആണ് നമ്മൾ അടുത്തത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ, മാത്തമാറ്റിക്കൽ ഓർ എ പ്രയോറി അപ്രോച്ച്. ഓക്കെ, നമുക്ക് ഒന്നിലും അതിനെ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയും, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയും, അല്ലെങ്കിൽ എ പ്രയോറി അപ്രോച്ച് എന്നും പറയും. പിന്നെ അടുത്ത പറഞ്ഞുള്ള എംപിരിക്കൽ മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ മെത്തേഡ്. ഇതിനെ ലിമിറ്റിംഗ് മെത്തേഡ് എന്നും പറയും. ലിമിറ്റിംഗ് മെത്തേഡ് എന്നും പറയും. പിന്നെ അടുത്തുള്ള ഫൈനൽ ഉള്ളത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയോമെട്രിക് അപ്രോച്ച് ആണ്. ആക്സിയോമെട്രിക് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി. അതിനെ സെറ്റ് തിയറിറ്റിക്കൽ മെത്തേഡ് എന്നും പറയും. ഇതിനെ പറയുന്നത് സെറ്റ് തിയറിറ്റിക്കൽ മെത്തേഡ്, സെറ്റ് തിയറിറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ സെറ്റ് തിയറിറ്റിക്കൽ മെത്തേഡ് എന്നും പറയും. ഓക്കെ, നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. വാട്ട് ഈസ് ക്ലാസിക്കൽ മെത്തേഡ് എന്നും നോക്കാം. ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതിനെ പറയുന്നത് എ പ്രയോറി ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ക്ലാസിക്കൽ മെത്തേഡ് എന്ന് അതിനെ പറയുന്നത് എ പ്രയോറി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അതിന് ഈവൻറ്റ് ബേസ്ഡ് ആണ്. ഓക്കെ, ഈവൻറ്റ് ബേസ്ഡ് ആണ്. അത് ആരൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്? ബെർണോളിയും ലാപ്ലേസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, മാത്തമാറ്റീഷ്യൻസ് ആണ്. ഓക്കെ, Laplace and Bernoulli have given this definition. Okay, അപ്പോൾ അതിനകത്ത് എന്താണ് പറയുന്നത്? ഇഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് n പോസിബിൾ ഔട്ട്കംസ്, ഇഫ് ഇറ്റ് ഹാസ് n പോസിബിൾ ഔട്ട്കംസ്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ n പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആൻഡ് ഈക്വലി ലൈക്ലി, ദെൻ ആൻഡ് m ഓഫ് ദം ആർ ഫേവറബിൾ ഫോർ എനി ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then the probability of the event is defined as the ratio m by n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഉള്ളത് എന്താണ്? ഇപ്പോൾ 1 2 3 4 5 6 എന്ന് പറയുന്നതാണ് ഒരു ത്രോയിങ് എ ഡൈസ്. ഓക്കെ, ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ഓൾ ഈവൻറ്റ്സ് അല്ലേ. സെറ്റ് ഓഫ് n പോസിബിൾ ഔട്ട്കംസ് ആണ്. ഇതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? n ഈസ് ഈക്വൽ ടു 6 അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം ഞാൻ പറയുന്നു വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ? എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 2 4 6 അല്ലേ. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പി ഓഫ് എ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഫേവറബിൾ ടു എ. നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഫേവറബിൾ ടു എ എന്ന് പറയുന്നത് 2 വന്നാലും ഫേവറബിൾ ആണ് എയിന്, 4 വന്നാലും എയിന് ഫേവറബിൾ ആണ്, 6 വന്നാലും എയിന് ഫേവറബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 നമ്പർ ഓഫ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഫേവറബിൾ ടു എ എന്ന് പറയുന്നത് m ആണ്. m ഈസ് ഈക്വൽ ടു 3. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഫേവറബിൾ ടു എ, നമ്പർ ഓഫ് ഇവൻറ്റ്സ്, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഫേവറബിൾ ടു എ, നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഫേവറബിൾ ടു എ. അത് എത്രയാണ്? 1 2 3 എണ്ണം ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 അല്ലെങ്കിൽ അപ്പോൾ 1/2 എന്ന് പറയാം. ഓക്കെ,
അപ്പോൾ ഇതിന് ചില limitations ഉണ്ട്. First thing is that it should be based on the number of outcomes should be finite. അല്ലേ? Number of events finite ആയിരിക്കണം. Applicable only when the events are finite and equally likely ആയിരിക്കണം. എന്നാലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ ഈ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റോ ത്രോയിങ് ഡൈസോ അല്ലെങ്കിൽ കാർഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അത് ഫൈനൈറ്റ് ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈനൈറ്റ് ആയിട്ടുള്ള ഈവൻസിന് മാത്രമേ നമുക്ക്, ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ ഫൈനൈറ്റ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിന് മാത്രമേ നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ദ പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1, 0 and 1 ഇൻക്ലൂഡഡ്. ഓക്കെ, വെൻ ദ പ്രോബബിലിറ്റി ഈസ് 1 നമ്മൾ അതിനെ പറയുന്നത് ഷുവർ ഇവൻറ്റ് അല്ലെങ്കിൽ സർട്ടൻ ഇവൻറ്റ് എന്ന് പറയും. ഓക്കെ, പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ഇവൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സർട്ടൻ ഇവൻറ്റ് എന്ന് പറയാം. പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്, ഒരിക്കലും സംഭവിക്കത്തില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റി ഓഫ് എ നോൺ അക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ ഡാഷ് അല്ലെങ്കിൽ പി ഓഫ് എ ബാർ, മുകളിൽ ബാറിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്നും ഉപയോഗിക്കാറുണ്ട് ചില പുസ്തകത്തിൽ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പി ഓഫ് എ ഡാഷ് ആയിരിക്കാം. അപ്പോൾ പി ഓഫ് എ ഡാഷ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ, കാരണം ദ സം ഓഫ് ഓൾ പ്രോബബിലിറ്റി ഈസ് കൺസിഡർഡ് ടു ബി 1. ഓക്കെ, സം ഓഫ് ഓൾ അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. അപ്പോൾ അതാണ് പി ഓഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എയിനെ 1 നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, അതന്നെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഈവൻറ്റ് എന്ന് പറയുന്നത്. എ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എ ഡാഷ് എന്ന് നമ്മൾ പറയും. ഓക്കെ, നൗ ഓഡ്സ് ഇൻ ഫേവർ ആൻഡ് ഓഡ്സ് അഗെയിൻസ്റ്റ് ആൻ ഈവൻറ്റ്. അതെന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഈവൻ്റ് ഉണ്ട്, അതിന് ഫേവറബിൾ ആയിട്ടുള്ള യു ഔട്ട്കംസ് ഉണ്ട്, പിന്നെ അതിന് അൺഫേവറബിൾ ആയിട്ട് വി ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ടോട്ടലി എല്ലാ ഔട്ട്കംസും കഴിഞ്ഞ് അതിന് ഫേവറബിൾ ആയിട്ടുള്ളതുണ്ട്, നോട്ട് ഫേവറബിൾ ആയിട്ടുള്ളതുണ്ട്, രണ്ടും അതാകുമ്പോൾ ടോട്ടലായി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പ്ലസ് വി ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് അൺഫേവറബിൾ ഫോർ ദാറ്റ് ഇവൻറ്റ്. നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് അൺഫേവറബിൾ. ഓക്കെ, അതുപോലെ തന്നെ ഓഡ്സ് അഗെയിൻസ്റ്റ് ആൻ ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺഫേവറബിൾ ബൈ നമ്പർ ഓഫ് ഫേവറബിൾ, ആ രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇപ്പോൾ യു അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് യു പ്ലസ് വി. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ദേ ആർ കോംപ്ലിമെൻ്ററി ഔട്ട്കംസാണ് അല്ലേ? അതുപോലെ തന്നെ എ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും വി ബൈ യു പ്ലസ് വി എന്നുള്ള രീതിയിൽ വരാം. ഓക്കെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ അൺഫേവറബിൾ നമ്പറും ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറും അല്ലേ? യു പ്ലസ് വി എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ആവും, യു പ്ലസ് വി എന്ന് പറയുമ്പോൾ ടോട്ടൽ ആവും അല്ലേ? യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേവറബിൾ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫേവറബിൾ. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. അതിനെ പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഇവൻറ്റ് അക്കേർഡ് ഡ്യൂറിങ് എക്സ്പെരിമെൻ്റൽ ട്രയൽസ്. ഇത് ആക്ച്വലി എക്സ്പെരിമെൻ്റൽ ട്രയൽസിനകത്ത് എത്ര പ്രാവശ്യം സംഭവിച്ചു അതാണ് നോക്കുന്നത്. ഓക്കെ, എന്നിട്ട് ട്രയൽസിൻ്റെ നമ്പർ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു നമുക്ക് എന്ത് ഔട്ട്കമാണ് കിട്ടുന്നതെന്ന് നോക്കും. വെൻ ആസ് വി ഇൻക്രീസ് വാട്ട് ഹാപ്പൻസ് ടു ദ ഫൈനൽ പ്രോബബിലിറ്റി, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരു 5 പ്രാവശ്യം ചെയ്യും. അപ്പോൾ 5 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്കം എന്താണ് കിട്ടുന്നത്? 10 പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്കം കിട്ടുന്നത്? 25 പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്കം കിട്ടുന്നത്? പിന്നെ ഒരു 100 വട്ടം ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്കം കിട്ടുന്നത്? അങ്ങനെ ചെയ്ത് പിന്നെ അതിൻ്റെ ആ എണ്ണത്തിനെ കൂട്ടിക്കൊണ്ടിരും തോറും നമ്മുടെ പ്രോബബിലിറ്റി ലിമിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്ത് കറക്റ്റ് വാല്യൂ ഓഫ് പ്രോബബിലിറ്റിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ. അപ്പോൾ പ്രോബബിലിറ്റി ബൈ ദിസ് മെത്തേഡ് ഈസ് ഡിഫൈൻഡ് ആസ് പി ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് മീൻസ് എഫ് എ ഡിവൈഡഡ് ബൈ എൻ. ഈ എഫ് എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എൻ ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. പിന്നെ എഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഇവൻറ്റ് അക്കേർഡ് ഡ്യൂറിങ് ദി എക്സ്പെരിമെൻ്റൽ ട്രയൽസ്. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഇവൻറ്റ് അക്കേർഡ് ഡ്യൂറിങ് ദി എക്സ്പെരിമെൻ്റൽ ട്രയൽസ്, അതിനെ നമ്മൾ എഫ് എ
number of times the frequency of the event A എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, frequency of the event A divided by total frequency അല്ലെങ്കിൽ total number of trials. പിന്നെ ആക്സിയോമെട്രിക് ഓർ മോഡേൺ ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആക്സിയോമെട്രിക് ഡെഫിനിഷൻ അല്ലെങ്കിൽ മോഡേൺ ഡെഫിനിഷൻ, അതിനെ നമ്മൾ സെറ്റ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വാട്ട് ഈസ് എ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് എല്ലാത്തിൻ്റെ കൂടെ ലിസ്റ്റ് ഒരുമിച്ച് ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിനകത്ത് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതുന്നത് എങ്ങനെയാണ്? H, T. പിന്നെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസിന് എഴുതുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4, 5, 6 ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സെറ്റിനകത്ത് എഴുതി വെക്കുമ്പോഴാണ് അതിനെ നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് എസ് എന്നോ ഒമേഗ എന്നോ ഒക്കെ വിളിക്കും. ഓക്കെ, എസ് എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ ഒമേഗ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതൊരു നോൺ എം ടി സെറ്റാണ് കണ്ടെയ്നിങ് ഓൾ എലിമെൻ്ററി ഇവൻറ്റ്സ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ആസ് സാമ്പിൾ പോയിന്റ്സ്. ഇപ്പോൾ ഇത് എലിമെൻ്ററി ഇവൻറ്റ്സ് ആണ്. 1, 2, 3, 4, 5, 6 ആർ ഓൾ എലിമെൻ്ററി ഇവൻറ്റ്സ്. ഇപ്പോൾ ഈ എലിമെൻ്ററി ഇവൻറ്റ്സിനെയൊക്കെ എല്ലാ എലിമെൻ്ററി ഇവൻറ്റ്സിനെയും കളക്ട് ചെയ്ത് ഒരു സെറ്റിനകത്ത് വെക്കുന്നു. ആ സെറ്റിനെ നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നു. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു സബ്സെറ്റായിട്ട് എടുക്കുന്നത്, സെറ്റ് തിയറി പഠിച്ചിട്ടുള്ളതല്ലേ മാത്തമാറ്റിക്സിനകത്ത്, അപ്പോൾ അതിനകത്ത് അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ഒരു സബ്സെറ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ 1 and 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ദി ഔട്ട്കം ഈസ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 and 2 ക്യാൻ ബി ഫേവറബിൾ. ദി ഔട്ട്കം ഈസ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ത്രോ എ ഡൈ ആൻഡ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 4 എന്ന് പറയുന്ന അതൊരു ഇവൻ്റ് ആണ്. 1, 2, 3 ഒരുമിച്ച് വരാം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഇവൻറ്റ്സ് ഡിഫൈൻ ചെയ്യാം. നമുക്കത് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നു അത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ്? സെറ്റ് തിയറിറ്റിക്കൽ വേയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. ഇതൊരു സാമ്പിൾ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റായിട്ട് വരും ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവൻറ്റ് ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഇവൻറ്റ് ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, ആൻഡ് ഇവൻറ്റ് ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. നിർബന്ധമില്ല നോൺ എം ടി ആകണമെന്ന്. ചില സമയത്ത് അതിന് എം ടി ആകുകയും ചെയ്യാം. മോസ്റ്റ്ലി അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആയിട്ടൊക്കെ പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയാത്തത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആൻ ഇവൻറ്റ് ഈസ് എ ഡിഫൈൻഡ് ആസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് എസ്, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു എടുക്കാം, സബ്സെറ്റ് എടുക്കാം, സാമ്പിൾ സ്പേസ് എസ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഈസ് ഗിവൺ ബൈ ദ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഇൻ എ. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ അതേ എക്സാമ്പിളാണ് ഇതിനകത്തു നിന്നുള്ള. ഇപ്പം നമ്പർ ഓക്കെ, ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ. ഓക്കെ, അതിനെ നമ്മൾ എ എന്ന് വിളിക്കാമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ്, കണ്ടോ, ക്ലിയർലി ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ. അപ്പോൾ അതിന് ഫേവറബിൾ ആയിട്ടുള്ള സാമ്പിൾ പോയിന്റ്സ് ഏതാണ്? 2, 4, 6 അല്ലേ? അപ്പോൾ ഇത് 2, 4 and 6 ഇതെല്ലാം ഇതിനകത്തുണ്ട് അല്ലേ? അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ക്ലിയർലി എ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ എത്രയാണ്? ഇത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ, എൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ എത്രയാണ്? 3 ആണ് അല്ലേ? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി 1/2. ഓക്കെ, 3/6 അല്ലെങ്കിൽ 1/2. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ആക്സിയോമെട്രിക് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കണ്ടീഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കാം? ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ നമ്മളതിനെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഓൾവേസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. Probability of an event is either 0 or positive. Probability is always positive. Okay, basically the probability lies between 0 and 1 എന്നുണ്ട്. പിന്നെ probability of an event A always lies between 0 and 1. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത്രയുള്ള ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും probability of A is always greater than or equal to 0 എന്ന് പറയാൻ പറ്റും. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ്, കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് എടുക്കാമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. കാരണം അതിലേതെങ്കിലും ഒന്ന് എപ്പോഴും സംഭവിക്കും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു 1. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ദ യൂണിയൻ ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഓക്കെ, എ എന്ന് പറയുന്നത് A1, A2, A3 അപ് ടു AN. ഓക്കെ, ഇതെന്താണ്? സീക്വൻസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്, തമ്മിൽ യാതൊരു ഇൻ്റർസെക്ഷനും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് മീൻസ് ദേ ഡു നോട്ട് ഹാവ് എനി എലിമെൻറ്റ്സ് ഇൻ
കോമൺ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി അഡീഷനിലേക്ക് മാറ്റാം, യൂണിയനെ അഡീഷനിലേക്ക് മാറ്റി പ്രോബബിലിറ്റി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ പ്രോബബിലിറ്റി ഓഫ് A2 പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ A3 അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതും പ്രോബബിലിറ്റി എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നതും തമ്മിൽ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ പറയുന്ന അഡീഷൻ റൂൾ എന്നും പറയാം അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ അഡീഷൻ തിയറംസ് പലതരത്തിലുള്ളതുണ്ട്, നമുക്ക് നോക്കാം അതെങ്ങനെ ആയിരിക്കുന്നതെന്ന്. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ആകുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങ് മെർജ് ചെയ്യാം. ഇപ്പോൾ യൂണിയൻ പ്ലസ് ഓർ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇഫ് എ ഓർ ബി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും യൂണിയൻ ആണ്. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ അല്ലെങ്കിൽ അഡീഷൻ, ഇത് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ചിരിക്കും. ഓക്കെ, യൂണിയൻ ഓർ അഡീഷൻ ഇത് ഒരുമിച്ചുള്ള വേർഡ്സ് ആണ്. അതേപോലെ ഇൻ്റർസെക്ഷന് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ, ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി എന്നും പറയും, അല്ലെങ്കിൽ അതിനെ പി ഓഫ് എ ഓർ ബി ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഓക്കെ, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഓക്കെ, ഇതിനെ നമ്മൾ മോർ ദാൻ ടു സെറ്റ്സിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ A3 അപ് ടു AN വരെ ആകുമ്പോൾ അപ്പോൾ അതിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം നമുക്ക്. എപ്പോഴാണത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ. എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ വ്യത്യാസം വരും. ഓക്കെ, ഏതെങ്കിലും രണ്ടെണ്ണമാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത്. ഇവിടെ രണ്ടും എക്സ്ക്ലൂസീവ് ആണ് പറഞ്ഞത്. ഇത് ടു സെറ്റ്സ് അല്ലെങ്കിൽ 2 ഈവൻറ്റ്സ് അല്ലേ. ഇത് മോർ ദാൻ 2 ഈവൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഏതെങ്കിലും രണ്ട് എനി 2 ഈവൻറ്റ്സ് എ ആൻഡ് ബി. അപ്പോൾ അത് ദേ മേ ഓർ മേ നോട്ട് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, കാരണം ഇതിനകത്ത് എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റാണ്. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റാണ്, ഒന്നുമില്ല അതിനകത്ത്. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും പറയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ യൂണിയൻ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞില്ലെങ്കിൽ മേ നോട്ട് ബി എന്നുള്ളൊരവസ്ഥ വരുവാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, നമ്മളത് സെറ്റ് തിയറിക്കകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്നിന് പകരം പ്രോബബിലിറ്റി ആയിട്ട് കൊടുക്കാം നമുക്ക്. അതേ ഇവിടെ പറയുന്നത്. അതിനെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 3 സെറ്റ്സിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ ഇരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് P of A intersection B minus P of B intersection C minus P of A intersection C plus P of A intersection B intersection C. ഇത് തന്നെ നമ്മൾ സെറ്റ് തിയറിക്കകത്തും പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ സം സ്പെഷ്യൽ ഫാക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സം സ്പെഷ്യൽ ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇഫ് ആൻ എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ് ഇൻ P ഔട്ട്കംസ്. ഓക്കെ, നമുക്ക് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിനകത്ത് 2 ഔട്ട്കംസ് ആണുള്ളത്, ഹെഡ് ടെയിൽ അല്ലേ. ഇപ്പോൾ അതിനകത്ത് ആകെയുള്ള ഔട്ട്കംസ് 2 ഔട്ട്കംസ് ആണ് അല്ലേ. P ഈക്വൽ ടു 2. ഓക്കെ, ആൻഡ് എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ് ഇൻ 2 ഔട്ട്കംസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് Q ടൈംസ്. ഇപ്പോൾ ഒരു കോയിൻ ഈസ് റിപ്പീറ്റഡ് 4 ടൈംസ്. ഇഫ് എ കോയിൻ ഈസ് റിപ്പീറ്റഡ് 4 ടൈംസ്. ഓക്കെ, അപ്പോൾ Q ഈക്വൽ ടു 4 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിനെ പറയുന്നത് നമുക്ക് 2 raised to 4 എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് P raised to Q. So the total number of outcomes, if an experiment having P outcomes is repeated Q times, then it will have total number of outcomes P raised to Q. Okay, നമ്മൾ for example 2 coins are tossed, അല്ലെങ്കിൽ 1 coin is tossed 2 times. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒന്നിലോ ഹെഡ് ആകാം, അല്ലെങ്കിൽ ഹെഡ് ടെയിൽ ആകാം, അല്ലെങ്കിൽ ടെയിൽ ഹെഡ് ആകാം, അല്ലെങ്കിൽ ടെയിൽ ആകാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് 2 ആ കിട്ടുന്നത് അല്ലേ. അപ്പോൾ 2 raised to 2 ആണ് നമുക്ക് ടോട്ടൽ ഈക്വൽ ടു 4 ഔട്ട്കംസ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 2 coins are tossed, അല്ലെങ്കിൽ 1 coin is tossed 2 times. അങ്ങനത്തെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് വിൽ ബി ഈക്വൽ ടു 2 raised to 2. അപ്പോൾ 5 coins are tossed, അല്ലെങ്കിൽ 1 coin is tossed 5 times. അങ്ങനത്തെ കേസ് വരുമ്പോൾ എങ്ങനെ? 2 raised to 5 will be equal to 32.
സെയിം വേ 2 ഡൈസ് ഒരുമിച്ചിടുന്നു. അപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഔട്ട്കംസ് നമ്പർ 6 ആണ് അല്ലേ. അപ്പോൾ 6 എത്ര പ്രാവശ്യമാണ് ഡൈ റോൾ ചെയ്യുന്നത്? 2 ടൈംസ്, അല്ലെങ്കിൽ 2 ഡൈ ആണ് റോൾ ചെയ്യുന്നത്. ആ എക്സ്പെരിമെൻ്റ് തന്നെ 2 വട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ മിക്സ്ചർ ഓഫ് ഔട്ട്കംസ് എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ ടോട്ടൽ വിൽ ബി 6^2 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 അല്ലേ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. കാർഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. കാർഡ്സിൻ്റെ എക്സാമ്പിളിനകത്ത് എന്തൊക്കെയാണുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്ലേയിങ് കാർഡിനകത്ത് ടോട്ടൽ എത്ര കാർഡ്സ് ആണുള്ളത്? നമ്മുടെ കയ്യിൽ ടോട്ടൽ 52 കാർഡ്സ് ആണുള്ളത്. 52 കാർഡ്സ് ആണുള്ളത് അല്ലേ. അതിനകത്ത് 13 സ്പെയ്ഡ്സ് ഉണ്ട്. സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിനെ സ്പെയ്ഡ് എന്നാണ് പറയുന്നത്. പിന്നെ 13 ഹാർട്ട്സ് ഉണ്ട്, 13 ഡയമണ്ട്സ് ഉണ്ട്, 13 ക്ലബ്സ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 52 കാർഡ്സ്, ഈ 52 കാർഡ്സ് 2 കളറായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് ബ്ലാക്ക്, പിന്നെ റെഡ്. ഓക്കെ, ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? 26 ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, അതേപോലെ റെഡ് എത്ര എണ്ണം ഉണ്ട്? 26 റെഡ് ഉണ്ട്. ഈ ബ്ലാക്കിൻ്റെ 2 പാറ്റേൺ ഉണ്ട്. ഒന്ന് സ്പെയ്ഡ്, പിന്നെ അടുത്തത് ക്ലബ്ബ്. ഓക്കെ, ഇത് സ്പെയ്ഡ്, ഇത് ക്ലബ്ബ്. ഓക്കെ, സ്പെയ്ഡ് എത്ര എണ്ണം ഉണ്ട്? 13 എണ്ണം ഉണ്ട്. ക്ലബ്ബ് എത്ര എണ്ണം ഉണ്ട്? 13 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇത് എത്രയാണ്? ഹാർട്ട്, ഇത് ഹാർട്ട് എത്രയാണ്? അതും 13 എണ്ണം ഉണ്ട്. പിന്നെ ഡയമണ്ട് എത്ര എണ്ണം ഉണ്ട്? ഡയമണ്ട് എത്ര ഉണ്ട്? അതും 13 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിനകത്ത് എല്ലാത്തിനകത്തും വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെയ്ഡിനകത്തും ക്ലബിനകത്തും ഹാർട്ടിനകത്തും ഡയമണ്ടിനകത്തും എല്ലാത്തിനകത്തും ഇപ്പോൾ ഒരു ഏസ് ഉണ്ട്, ഒരു കിങ് ഉണ്ട്, ഒരു ക്വീൻ ഉണ്ട്, ഒരു ജാക്ക് ഉണ്ട്, പിന്നെ 9 നമ്പർ കാർഡ്സ് ഉണ്ട്. 10, 9, 8, 7, 6, 5, 4, 3 and 2. 1 ഇല്ല. അപ്പോൾ അങ്ങനെ ടോട്ടൽ 13 കാർഡ്സ്. ഈ 13 കാർഡ്സ് ഈ രീതിയിലുള്ളതാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മുടെ കയ്യിൽ 4 കിങ് ഉണ്ട്, എല്ലാത്തിൻ്റെ ഓരോന്ന്. ഓക്കെ, 4 ക്വീൻ ഉണ്ട്, എല്ലാത്തിൻ്റെ ഓരോന്ന്. 4 ജാക്ക് ഉണ്ട്, എല്ലാത്തിൻ്റെ ഓരോന്ന്. അതുപോലെ 4 ഏസ് ഉണ്ട്, അതുപോലെ 4 നമ്പേഴ്സ് വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് നമ്പർ കാർഡ്സ് ഇതൊക്കെയാണുള്ളത്. എല്ലാത്തിലും ഓരോന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ കാർഡ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിനെ പറയുന്നത് ഫേസ് കാർഡ്സ് എന്ന് പറയും. ഓക്കെ, കിങ്, ക്വീൻ ആൻഡ് ജാക്കിനെ നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് പറയും. ഓക്കെ, ഇത് ഏസ് ആണ്, ഇത് നമ്പർ കാർഡ്സ് ആണ്. ഇതെന്താണ്? ഇത് നമ്പർ കാർഡ്സ് ആണ്. 10, 9, 8, 7, 6, 5, 4, 3, 2 എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ കാർഡ്സ് ആണ്. 2 to 10. ഓക്കെ, ഇനി ഡൈസ് എന്താണ്? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ, ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്കം കിട്ടുന്നത് 1, 2, 3, 4, 5 അല്ലെങ്കിൽ 6 ആകാം. ഇപ്പോൾ 2 ഡൈ ഒരുമിച്ച് റോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആകാം. 1-1 ആകാം, 2-2 ആകാം, 1-3 ആകാം, മീൻസ് 1-1 ആകാം, 1-2 ആകാം, 1-3 ആകാം, 1-4 ആകാം, അങ്ങനെ 6 ഇങ്ങനെ എന്തെങ്കിലും ആകാം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ രീതിയിലാണ് നമ്മൾ ഓരോ ഔട്ട്കംസ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതുന്നത്. ഇതിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ചില സമയത്ത് ടേബിളായിട്ട് എഴുതും, ചില സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഡബിൾ ആകുമ്പോൾ ഇങ്ങനെ എഴുതുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ കോമായിട്ട് എഴുതി പോകുമ്പോൾ കുറേ സമയവും കുറേ സ്പേസും ചിലത് വിട്ടു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ കമ്പൗണ്ട് പ്രോബബിലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് അല്ലേ. ഓക്കെ, now dependent event എന്താണ്? if the occurrence of one event is influenced by the occurrence of another event, then the two events are said to be dependent. പിന്നെ 2 events are said to be independent if the occurrence of one event does not influence the occurrence of the other event. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അക്കറൻസ് കൊണ്ട് വേറൊരു ഇവൻറ്റിനെ സംഭവിക്കുന്നതിന് ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈവൻറ്റ് എ നടന്നു, അതുകൊണ്ട് ഈവൻറ്റ് ബി നടക്കുന്നതിനകത്ത് അതിൻ്റെ പ്രോബബിലിറ്റിയെ ബാധിക്കുന്നില്ലെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഡിപെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതേപോലെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാം. പ്രോബബിലിറ്റി ഇൻ കേസ് ഓഫ് ഡിപെൻഡൻറ്റ് ഈവൻറ്റ്. സാധാരണ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം പ്രോബബിലിറ്റി ഇൻ കേസ് ഓഫ് ഡിപെൻഡൻറ്റ് ഈവൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻ ഇതാണ്, ബി ഗിവൺ. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് ബി ഗിവൺ എ എന്നാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ബി ഗിവൺ ദാറ്റ് ദി ഇവൻറ്റ് എ ഹാസ് ഓൾറെഡി അക്കേർഡ്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ഇവൻറ്റ് എ നടന്നതിന് ശേഷം ബി നടക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്?
എയും ബിയും ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ എ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നൊരവസ്ഥയിൽ എ സംഭവിച്ചതിന് ശേഷം ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ബി ഗിവൺ എ, അതിൻ്റെ നൊട്ടേഷൻ ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഓൾറെഡി അക്കേർഡ്. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബി ഗിവൺ ദാറ്റ് ദ event A has already occurred. അപ്പോൾ P of A of B given A എന്ന് വായിക്കും. അപ്പോൾ P of A intersection B divided by P of A. ഇവിടെ താഴെ A ആണ്, അതുകൊണ്ട് ഇവിടെയും A തന്നെ വരും. Probability of A is not greater than 0. 0 ആകരുത്, not equal to 0 ആണ് ഇവിടെ. ഓക്കെ, അതേപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് A given B. ഇത് B given A ആയിരുന്നു, ഇത് A given B. വ്യത്യാസം എന്താണ്? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് B ആണ് താഴെ ഇരിക്കുന്നത്. ഇവിടെ P of A given B. A by B അല്ലെങ്കിൽ A given B equal to probability of A intersection B divided by probability of B. Okay, probability of B should be greater than 0. അപ്പോൾ ഇനി ഇതിൻ്റെ കമ്പൗണ്ട് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ probability of A intersection B will be equal to P of B ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് P of B into P of A given B, അല്ലെങ്കിൽ P of A ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. P of A intersection B will be equal to P of A into P of B given A. ഓക്കെ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാധനം ഇവിടെ താഴെയായിരിക്കും, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. P of A intersection B will be equal to P of B into P of A given B, അല്ലെങ്കിൽ P of A into P of B given A. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാധനം ഇവിടെ ഡിനോമിനേറ്ററിലായിരിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക, എന്നാലേ അത് P of A intersection B ആകത്തുള്ളൂ. ഓക്കെ, ആ ഫോർമുല ആ രീതിയിൽ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ഇങ്ങനെയാണ്. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് വേറൊരെണ്ണത്തിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് P of A intersection B എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിട്ട് വരും. അപ്പോൾ P of B given A എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ വരും. ഓക്കെ, P of B given A എന്ന് പറയുന്നത് P of B തന്നെ ആയിരിക്കും, എനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കത്തില്ല. ഓക്കെ, കണ്ടീഷണൽ പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു നോർമൽ പ്രോബബിലിറ്റി, കാരണം അതിന് ഒരു ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ഓക്കെ, A is not dependent on B and B is not dependent on A, അതിനെ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോബബിലിറ്റി ഓഫ് B given A will be equal to പ്രോബബിലിറ്റി ഓഫ് B, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A given B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A ആയിരിക്കും, ബിയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പ്രോബബിലിറ്റി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ടു ഇവൻറ്റ്സ് A and B are independent, then we can say that P of A intersection B is equal to, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. Two events are said to be independent if P of A intersection B is equal to P of A into P of B. Probability of A intersection B is equal to probability of A into probability of B. Then we say that the two events are said to be even independent events. Same way, three events in the case ilum angana thannaanu. Intersection will be equal to the product. A, B are independent. അങ്ങനെ ആകുമ്പോൾ എയും ബി ഡാഷും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ ഡാഷും ബി ഡാഷും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റാൻഡം വേരിയബിളും എക്സ്പെക്റ്റഡ് വാല്യൂവും. ഓക്കെ, വാട്ട് ഈസ് എ റാൻഡം വേരിയബിൾ? റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് എനി റിയൽ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഈവൻ്റ് എടുക്കുക. ഓക്കെ, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ആർ എന്ന് പറയുന്നൊരു ഇതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം, ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം, ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം, ആർ ഓഫ് ഇ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സാമ്പിൾ സ്പേസിൽ നിന്നാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമുക്ക് ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, സാമ്പിൾ സ്പേസ് ചെയ്യുന്ന റിയൽ നമ്പേഴ്സിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിനകത്തുനിന്നൊരു ആർ ഓഫ് ഇ ഏതെങ്കിലും ഒരു ഈവൻ്റ് എടുത്തു, എ എന്ന് പറയുന്ന ഒരു ഈവൻ്റ് എടുത്തു. ഓക്കെ, ആർ ഓഫ് എ എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർ ഓഫ് എ എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും, ഒരു പർട്ടിക്കുലർ നമ്പർ, എക്സോ വൈയോ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി എ റിയൽ നമ്പർ, 4 അല്ലെങ്കിൽ 5, അങ്ങനെ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ ആ നമ്പറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് മാപ്സ് ആൻ ഈവൻറ്റ് ടു എ നമ്പർ. ഓരോ ഈവൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നമ്പർ ഉണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റാൻഡം വേരിയബിൾ. ഓക്കെ,
നമ്മളൊരു ഈവൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, നമ്പർ. അപ്പോൾ ഇങ്ങനെ ഈവൻറ്റിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ there are two types of random variables, ഒന്ന് discrete random variable and continuous random variable. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എവിടെയാണ്? നമ്മുടെ ആ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ. അല്ല, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്പേസ്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സ്പേസ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. റാൻഡം വേരിയബിൾ ക്യാൻ ടേക്ക് വാല്യൂസ് വിതിൻ എനി ഇൻ്റർവെൽ. അപ്പോൾ ഇതിനകത്ത് ഒരു ഔട്ട്പുട്ട് വരുന്നത് ഒരു ഇൻ്റർവെൽ ആണെങ്കിൽ നമ്മളതിനെ പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആ റാൻഡം വേരിയബിൾ ഡിസ്റ്റിൻ്റെ പ്രോബബിലിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ. ഓക്കെ, ടോസിങ് എ coin and getting a number. അപ്പോൾ നമുക്ക് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 3 കിട്ടാനുള്ള 4, 5, 6, 7 6 വരെ ഉള്ളല്ലോ. അപ്പോൾ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇത് 1/2, 1/6. ഇതിൻ്റെ പ്രോബബിലിറ്റി 1/6, ഇതിൻ്റെ പ്രോബബിലിറ്റി 1/6, ഇതിൻ്റെ പ്രോബബിലിറ്റി 1/6. 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6, ഇതിൻ്റെ പ്രോബബിലിറ്റി 1/6. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ എഴുതി വെക്കുന്നു. ഇതിനെ പറയുന്നതാണ്, ഇത് നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ. ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യത ഉള്ളതിൻ്റെ എല്ലാം കൂടെ എടുക്കുക. ഒരു ഇവൻ്റ് എടുക്കുക, ഒരു ഇവൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി എടുക്കുക, ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എടുക്കുക. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഇവൻറ്റ്സും നമുക്കുണ്ട്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ചില കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ പ്രോബബിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു 1. ഓക്കെ, സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ് ഷുഡ് ബി ഈക്വൽ ടു 1. അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ലിസ്റ്റിനെ ആണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മീനാണ്. ഓക്കെ, മീൻ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്മ പി ഐ എക്സ് ഐ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് സിഗ്മ പി ഐ എക്സ് ഐ. നമുക്ക് എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. നമുക്ക് എക്സ് ഐ പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റി പി ഐ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമുക്ക് എക്സ് ഐ എന്താണ്? 1, 2, 3, 4, 5, 6. ഈ 6 ആകാം അല്ലേ, ഈ 6 ആകാമല്ലോ. അപ്പോൾ ഇതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1, ഗെറ്റിംഗ് 2, ഗെറ്റിംഗ് 3, ഗെറ്റിംഗ് 4, ഗെറ്റിംഗ് 5, ഗെറ്റിംഗ് 6. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഇത് 1/6, ഇത് 1/6, ഇത് 1/6, ഇത് 1/6, ഇത് 1/6, ഇത് 1/6 അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിഗ്മ പി ഐ എടുക്കാമെങ്കിൽ സിഗ്മ പി ഐ അല്ലേ, നമ്മളത് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം സിഗ്മ പി ഐ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സിഗ്മ പി ഐ 1 ആണ് അല്ലേ. അല്ലെങ്കിൽ ഫ്രീക്വൻസി, സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ് 1 ആണ്. ഫ്രീക്വൻസിക്ക് പകരം ഇവിടെ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇനിയും പി ഐ എക്സ് ഐ എടുക്കുക. മീൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? പി ഐ എക്സ് ഐ എടുക്കുക അല്ലെങ്കിൽ എഫ് ഐ എക്സ് ഐ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്കും 1 × 1/6, 2 × ഇത് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അത് ഇതെല്ലാം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സിഗ്മ പി ഐ എക്സ് ഐ കണ്ടുപിടിക്കുക. സിഗ്മ പി ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ പി ഐ. അപ്പോൾ സിഗ്മ പി ഐ 1 ആയതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് മീൻ എന്ന് പറയും. അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയും. ഇ ഓഫ് എക്സ് എന്ന് പറയും. അല്ലെങ്കിൽ പറയും മീൻ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഇതിനെ പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇതിനെയാണ് പറയുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടേബിൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മീൻ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. പിന്നെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അല്ലെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് പറയാം ഇ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. വേണമെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ എടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
എക്സ് ഇത് പി ഐ എക്സ് ഐ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ കൂടെ എക്സ് സ്ക്വയർ ഒരു എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പി ഐ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കും. അപ്പോൾ സിഗ്മ പി ഐ എക്സ് ഐ സ്ക്വയർ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. സിഗ്മ പി ഐ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇ ഓഫ് എക്സ് ഐ സ്ക്വയർ. സിഗ്മ പി ഐ എക്സ് ഐ സ്ക്വയർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ സം പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് വൈ, അഡിറ്റീവ് ആണ് എന്നർത്ഥം. പിന്നെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാൻ പറ്റും. പിന്നെ രണ്ടെണ്ണത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ വിൽ ബി ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തിയറി പാർട്ട്. പിന്നെ ഇനിയും വരുന്നത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിയറി. ഇപ്പോൾ ഈ തിയറിയെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ എടുക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ദിസ് ക്ലാസ്.